ഹായ് ഫ്രണ്ട്സ്, ക്ലാസ് റൂം PSC ഏവർക്കും സ്വാഗതം. 2023 PSC ചോദിച്ച 20ഓളം ചോദ്യങ്ങളും അവയുടെ കൂടുതൽ വസ്തുതകളും അടങ്ങിയ വീഡിയോയാണിത്. അപ്പോൾ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ആൻസർ എ, ആലുവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? ആൻസർ സി, മേപ്പാടി. മേപ്പാടിയിലാണ് കേരളത്തിലെ ആദ്യ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം ഏതാണ്? അത് കായംകുളമാണ്. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം കായംകുളമാണ്. ആദ്യത്തേത് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും വലുത് താപവൈദ്യുത നിലയവും കായംകുളം തന്നെയാണ്. കേരളത്തിൽ ഡീസൽ ഇന്ധനമായി ഉപയോഗിച്ച താപവൈദ്യുത നിലയമാണ് ബ്രഹ്മപുരം. എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരമാണ് ഡീസൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന താപവൈദ്യുത നിലയം. അതുപോലെ തന്നെ പ്രകൃതിവാതകം ഇന്ധനമായി ഉപയോഗിക്കുന്ന താപവൈദ്യുത നിലയമാണ് ചീമേനി. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയാണ് പ്രകൃതിവാതകം താപവൈദ്യുത നിലയത്തിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി. ആൻസർ എ, അയണോസ്ഫിയർ. അയണോസ്ഫിയർ ആണ് ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ. തെർമോസ്ഫിയർ എന്ന് പറഞ്ഞാൽ 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് തെർമോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഈ തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമായിട്ടുള്ള 80 മുതൽ 400 കിലോമീറ്റർ വരെയുള്ള ഭാഗമാണ് അയണോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. ഈ അയണോസ്ഫിയറിലാണ് ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിനായി ഉപയോഗിക്കുന്ന അന്തരീക്ഷ പാളി. ഈ അയണോസ്ഫിയറിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെയുള്ള വാതക തന്മാത്രകളെ സൂര്യനിൽ നിന്നുള്ള UV എക്സ്റേ പോലുള്ള വികിരണങ്ങൾ ആ തന്മാത്രകളുടെ അയോണുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അയണോസ്ഫിയർ എന്ന പേര് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആര്? നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത്? ആൻസർ ബി, പ്രധാനമന്ത്രി. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1-നാണ്. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. അപ്പോൾ പ്രഥമ ഉപാധ്യക്ഷൻ, നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. നിലവിലെ ഉപാധ്യക്ഷനാണ് സുമൻ കെ ബെറി. സുമൻ ബെറിയാണ് നിലവിലെ ഉപാധ്യക്ഷൻ. എന്നാൽ പ്രഥമ CEO ആണ് സിന്ധുശ്രീ കുള്ളറാണ് ആദ്യത്തെ CEO. എന്നാൽ നിലവിലെ CEO BVR സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിന്റെ നിലവിലെ CEO. ആദ്യത്തെ CEO സിന്ധുശ്രീ കുള്ളർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. ആൻസർ സി, 1098 ആണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വിത്തും കൈക്കോട്ടും. ആൻസർ ഓപ്ഷൻ സി, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ജൂൾ. ഊർജം, പ്രവൃത്തി, താപോർജം ഇവ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റും ജൂളാണ്. ഊർജം, പ്രവൃത്തി, താപോർജം ഇവ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ജൂളാണ്. പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്. കപ്പാസിറ്റൻസിന്റെ ആണെങ്കിൽ ഫാരഡ്. ശബ്ദ തീവ്രത ഡെസിബൽ. കപ്പാസിറ്റൻസ് ഫാരഡ്, ശബ്ദ തീവ്രത ഡെസിബൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം അത്? ആൻസർ ഓപ്ഷൻ ഡി, തെലുങ്കാന.
ആധാറിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1947. ആധാർ ഹെൽപ്പ് ലൈൻ നമ്പർ 1947. ആധാർ കാർഡിൽ 12 അക്കങ്ങളുണ്ട്. ആധാർ നിലവിൽ വന്നത് 2010 സെപ്റ്റംബർ 29-നാണ്. മൻമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്ത് 2010 സെപ്റ്റംബർ 29-നാണ് ആധാർ നിലവിൽ വരുന്നത്. എന്നാൽ ആധാർ കേരളത്തിൽ നിലവിൽ വന്നത് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്ത് 2011 ഫെബ്രുവരി 24-ന് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2022 ഒക്ടോബർ 1-ന് ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്? ആൻസർ ഓപ്ഷൻ ബി, രാജ്യത്ത് 5G സേവനങ്ങൾക്ക് തുടക്കം കുറിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി HAL തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ഏത്? ആൻസർ ഓപ്ഷൻ എ, പ്രചന്ദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി. ആൻസർ ഓപ്ഷൻ സി, 100 മേനി. എഡ്യൂസാറ്റിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ ചാനലാണ് വിക്ടേഴ്സ് ചാനൽ. എഡ്യൂസാറ്റ് എന്ന സാറ്റലൈറ്റ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ ചാനലാണ് വിക്ടേഴ്സ് ചാനൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈറ്റമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1. വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ ആണ്. 2. വിറ്റാമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി, 1ഉം 2ഉം ശരിയാണ്. വൈറ്റമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ. വൈറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിലുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. വൈറ്റമിൻ എ 2 തരമുണ്ട്, വൈറ്റമിൻ A1ഉം A2ഉം. വൈറ്റമിൻ A1ൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് മാലക്കണ്ണ് അല്ലെങ്കിൽ നിശാന്തത എന്ന് പറയുന്നത്. വൈറ്റമിൻ A2ൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് വർണ്ണാന്തത അല്ലെങ്കിൽ സീറോഫ്താൽമിയ. നിശാന്തതയുടെ മറ്റൊരു പേരാണ് നിക്ടലോപ്പിയ. നിശാന്തത നിർണയ ടെസ്റ്റാണ് റോസ് ബംഗാൾ ടെസ്റ്റ്. നിശാന്തത നിർണ്ണയിക്കുന്ന ടെസ്റ്റാണ് റോസ് ബംഗാൾ ടെസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ, സ്റ്റേപ്പിസ്. ചെവിയിൽ കാണപ്പെടുന്ന അസ്ഥികളാണ് മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. മാലിയസിൻ്റെ ഷേപ്പ് ചുറ്റികയുടെ ഷേപ്പാണ്. ഇൻഗസ് ആണെങ്കിൽ കൂടക്കല്ല്, സ്റ്റേപ്പിസ് ആണെങ്കിൽ കുതിരലാടത്തിൻ്റെ ഷേപ്പിലാണ് സ്റ്റേപ്പിസ് ഉള്ളത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, മണ്ണുത്തി. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്, കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്, കാർഷിക സർവകലാശാല മണ്ണുത്തി. തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്, കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി. ആൻസർ ഓപ്ഷൻ എ, തെന്മല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീര ഭാഗം ഏതാണ്? ആൻസർ ഡി, വൃക്ക. വൃക്കയെ ബാധിക്കുന്ന രോഗങ്ങളാണ് നെഫ്രൈറ്റിസ്, വൃക്കയിലെ കല്ല്, യൂറീമിയ. നെഫ്രൈറ്റിസ്, വൃക്കയിലെ കല്ല്, യൂറീമിയ ഇതെല്ലാം വൃക്കയെ ബാധിക്കുന്ന രോഗങ്ങളാണ്. അണുബാധ മൂലമോ വിഷബാധ മൂലമോ ഉണ്ടാകുന്ന രോഗമാണ് നെഫ്രൈറ്റിസ്. കാൽസ്യം അടിഞ്ഞുകൂടിയാണ് വൃക്കയിലെ കല്ലുണ്ടാകുന്നത്.
നെഫ്രൈറ്റിസ് പോലുള്ള രോഗങ്ങൾ മൂലം മൂത്രം ഉൽപാദനം പൂർണ്ണമായും നിലയ്ക്കുന്ന രോഗമാണ് യുറീമിയ. യുറീമിയ എന്നത് മൂത്ര ഉൽപാദനം പൂർണ്ണമായും നിലയ്ക്കുന്ന രോഗമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി, സ്വാന്തേ പേബോ. അപ്പോൾ 2023 നോബൽ പ്രൈസ് പ്രകാരം സാഹിത്യത്തിന് നോബൽ പ്രൈസ് നേടിയത് യോൺ ഫോസ്. സാമ്പത്തികത്തിന് നോബൽ പ്രൈസ് നേടിയത് ക്ലോഡിയ ഗോൾഡിൻ. സമാധാന നോബൽ പ്രൈസ് ലഭിച്ചത് നർഗേസ് മുഹമ്മദിക്കാണ് 2023 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ്. 2023 സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് യോൺ ഫോസ്. 2023 സാമ്പത്തികത്തിനുള്ള നോബൽ പ്രൈസ് ക്ലോഡിയ ഗോൾഡിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ എ, മധ്യപ്രദേശ്. അപ്പോൾ കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ്. മനാസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അസമിലാണ്. അസം. സൗത്ത് ബട്ടൺ, ഗലാത്തി എന്നീ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ്. സൗത്ത് ബട്ടൺ, ഗലാത്തി എന്നീ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ. അതിലെ സൗത്ത് ബട്ടണാണ് ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക്. അപ്പോൾ ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ് ഹെമിസ്. ജമ്മു കാശ്മീരിലെ ഹെമിസ് ആണ് ഏറ്റവും വലിയ നാഷണൽ പാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെട്ടിരിക്കുന്നത്? രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, പിണ്ഡം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന്? ആൻസർ ഓപ്ഷൻ സി, അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ. അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ ആവർത്തന പട്ടികയെ രൂപീകരിച്ചത് മെൻഡലീഫ്. എന്നാൽ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മോഡേൺ പീരിയോഡിക് ടേബിൾ അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നിർമ്മിച്ചത് മോസ്ലിയാണ്. അറ്റോമിക് നമ്പർ മോസ്ലി. ഇത് ഓർത്തു വെക്കാനുള്ള കോഡാണ് മാമൻ മോനു. മാമനിലെ ഇംഗ്ലീഷ് അക്ഷരം മാമൻ എഴുതുവാണെങ്കിൽ MA അത് അറ്റോമിക് മാസ്, മെൻ എന്നുള്ളത് മെൻഡലീഫ്. മെൻ അറ്റോമിക് മാസ് മെൻഡലീഫ്. മോനുവിലെ MO അതെന്ന് പറയുന്നത് മോസ്ലി. MO മോസ്ലി, NU നമ്പർ. മോസ്ലി അറ്റോമിക് നമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, സിന്നബാർ. അപ്പോൾ എപ്പോഴും ചോദിക്കുന്നതാണ് അലൂമിനിയത്തിൻ്റെ അയിര്. അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. ഇരുമ്പിൻ്റെ അയിരാണ് മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, അയൺ പൈറൈറ്റിസ്. ചെമ്പിൻ്റെ അയിരുകളാണ് കുപ്രൈറ്റ്, കോപ്പർ പൈറൈറ്റിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാകം ചെയ്യാൻ കഴിയുന്നത് താഴെ പറയുന്നതിൽ ഏതു കാരണം കൊണ്ടാണ്? ആൻസർ ഓപ്ഷൻ ബി, മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ട്. PSCയുടെ മിക്ക എക്സാമുകൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ക്വസ്റ്റ്യനാണ് വാതക നിയമവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ. അതിൽ ബോയിൽസ് നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം. ബോയിൽസ് നിയമം ഓർത്ത് വെക്കാനുള്ള ബോയിൽസ് നിയമത്തിൻ്റെ ഇക്വേഷനാണ് P×V. Pയും Vയും വിപരീത അനുപാതത്തിൽ. മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുന്നു, അതാണ് ബോയിൽസ് നിയമം. ചാൾസ് നിയമത്തിൻ്റെ ഇക്വേഷനാണ് V/T. ഇവിടെ വോളിയവും ടെമ്പറേച്ചറും നേർ അനുപാതത്തിൽ. താപം കൂടുമ്പോൾ വ്യാപ്തം കൂടും, താപം കുറയുമ്പോൾ വ്യാപ്തം കുറയും. അടുത്ത നിയമമാണ് അവഗാഡ്രോ നിയമം. ഇതിലെ
നമ്പർ ഓഫ് മോളിക്യൂൾസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഇക്വേഷൻ. നമ്പർ ഓഫ് മോളിക്യൂൾസും വോളിയവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് അവഗാഡ്രോ നിയമം. ഇതിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുമ്പോൾ വോളിയം കൂടുന്നു, നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറയുമ്പോൾ വോളിയം കുറയുന്നു. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക്